നമ്മളിതാ ഖുർആൻ പാരായണം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾ കുറയ്ക്കാൻ സാധിച്ചുവോ? നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചുവോ? സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ സാധിച്ചുവോ? നമ്മുടെ കുറവുകൾ നികത്താൻ സാധിച്ചുവോ? അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഖൽബ് വിറകൊള്ളുന്ന അവസ്ഥയിലായുവോ? അള്ളാഹുവിന് മുമ്പിൽ കീഴൊതുങ്ങാൻ വിനീതരാവാൻ നമുക്ക് സാധിച്ചുവോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ. അല്ലാഹു അതാ കിതാബായി കൊണ്ട് ഏറ്റവും നല്ല സംസാരം ഇറക്കിയിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ മസാനി, പരസ്പരം സാദൃശ്യമുള്ള ആയത്തുകളുള്ള ഒരു ഗ്രന്ഥം, അതുപോലെ ആവർത്തിച്ചു വരുന്ന ആയത്തുകളുള്ള ഒരു ഗ്രന്ഥം. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അത് കേൾക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ തൊലിയിലതാ രോമാഞ്ചം കൊള്ളുന്നു. ثم تلين جلودهم وقلوبهم الى ذكر الله. പിന്നീടതാ അവരുടെ തൊലികളും അവരുടെ കൽബുകളും അള്ളാഹുവിന്റെ ദിക്റിന് മുമ്പിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ വിനീതമായി കീഴൊതുങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം, നമ്മുടെ ഖൽബിനെ മൃദുലമാക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കുന്നതാക്കണം, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാകണം. എന്നാലാണ് ഖുർആനിനെ യഥാർത്ഥ രൂപത്തിൽ ഏറ്റെടുത്ത ആളുകളായി നമ്മൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുൻഗാമികളെ പറ്റി, അഹ്ലുൽ കിതാബിനെ പറ്റി അള്ളാഹു പറഞ്ഞതുപോലെ വേദം ചുമക്കുന്ന കഴുതകളെ പോലെയാണെന്ന് അള്ളാഹു പറഞ്ഞതുപോലെ